നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവളുടെ പ്രായത്തിൽ ഞാനൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേട്ടാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. അമ്മയൊന്നും ചുമ്മാ ഇരുന്നേ. ആ ഇവള് ചെയ്തു വെച്ചാലും ന്യായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ. ചേച്ചിയമ്മ കാണാത്തോണ്ട് പപ്പിയുടെ വല്യച്ഛൻ വലിയ സങ്കടത്തിലാ. മോള് വിഷമിക്കണ്ട കേട്ടോ. നോക്കി ബിഗ് ഫ്രണ്ട് പറയട്ടെ. ഇതെന്താ അത്? അയ്യേ സങ്കടപ്പെടുക ഇവരുടെ മുമ്പിലാ. കാട്ടാളന്മാരാട്ടോ. മോള് സങ്കടപ്പെടുന്നു വേണ്ട. അവരുടെ ഉണ്ട കണ്ണ് കണ്ടട്ടാ. ബിഗ് ഫ്രണ്ട് ഇല്ലേ? വാ വാ വാ. സാർ, അയാൾ ആരെയാ കാട്ടാളാന്ന് വിളിച്ചത്? സംശയം എന്താ? തന്നെ അടവോ? ഇടോ, കുട്ടികൾക്കെതിരെയുള്ള മാനസികവും ശാരീരികവുമായ പീഡനങ്ങളൊക്കെ കുറ്റകരമാണോ? അതെനിക്കറിയില്ലേ? പടം ഒന്ന് നോക്കി കണ്ടൊക്കെ ജോലി ചെയ്യടോ. ഇല്ലെങ്കിലേ താൻ വരുന്ന സീനിലെല്ലാം നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് വെക്കേണ്ടി വരും. കണ്ടോ അവന്റെ ഒരു പടം വരപ്പ്. ഇപ്പൊ ഞാനായോ കുറ്റക്കാരൻ? നിപ്പുണ്ടല്ലേ, ഒരെണ്ണം ഒന്ന് വെച്ചു കൊടുക്ക വേണ്ടത്. എടി, നിനക്ക് എത്ര വയസ്സായി? പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട പ്രായം ഇത്? ഇവളുടെ പ്രായത്തിൽ ഞാനൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേട്ടാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. അമ്മയൊന്നും ചുമ്മാ ഇരുന്നേ. ആ ഇവള് ചെയ്തു വെച്ചാലും ന്യായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ. ചേച്ചിയമ്മ കാണാത്തോണ്ട് പപ്പിയുടെ വല്യച്ഛൻ വലിയ സങ്കടത്തിലാ. ചേച്ചിയമ്മയുടെ ചെറുപ്പത്തിലെ പടാ അത്. അത് വരപ്പിച്ചെടുത്ത് പപ്പിയുടെ ചേച്ചിയമ്മ കണ്ടുപിടിക്കാന്ന് കരുതി. വേറെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അമ്മ പറയേ. ആ ഇതിന്റെ മറുപടി നിന്റെ അമ്മയോട് തന്നെ ചോദിക്കണം. അമ്മേ, പപ്പിയുടെ ചേച്ചിയമ്മ കാണുന്നില്ലെങ്കിൽ നിന്നെ ആരെങ്കിലും പോലീസിനെ പണി ഏൽപ്പിച്ചിട്ടുണ്ടോ? എടി, തുനിഞ്ഞിറങ്ങുന്ന കാര്യം നല്ലതോ ചീത്തയോ എന്തോ ആവട്ടെ, നിനക്കൊരു വാക്ക് ചോദിക്കായിരുന്നല്ലോ ഞങ്ങളോട്. ഞങ്ങളാരും മരക്കുറ്റികളൊന്നും അല്ലല്ലോ. അതിന് പകരം എടുത്തു പിടിച്ച് നേരെ സ്റ്റേഷനിലേക്ക്. എടി, എന്ത് ധൈര്യം എടി നിനക്ക്? ഹലോ ഹലോ, ഞാനാ ACP ചന്ദ്രബോസ്. ഓ, ചന്ദ്രബോസ് എന്ന് മാത്രം പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. ആ പറഞ്ഞതിന്റെ പിന്നിലുള്ള അസൂയ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അസൂയയോ? എനിക്കോ? നല്ല കണ്ടുപിടുത്തം. അസൂയല്ല, ഇവന് എന്താണ് സത്യഭാമ? ഞാൻ വെറും ചന്ദ്രബോസ് ആണെന്ന് പറഞ്ഞാൽ ACP ആണെന്ന് അംഗീകരിക്കാൻ നിങ്ങൾക്ക് മടിയാണെന്നല്ലേ അതിന്റെ അർത്ഥം? അതെന്തെങ്കിലും ആവട്ടെ, എന്തിനെ വിളിച്ചെന്ന് പറ. ശരി ശരി, സംസാരിച്ച് മുഷിയാൻ എനിക്കും താല്പര്യമില്ല. നിങ്ങളെ തറവാട്ടിൽ നിന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതിയോ? ഇവിടെ നിന്നോ? ആര് തന്നു പരാതി? അല്ല, എന്താ പരാതി? അവിടുത്തെ വിഷ്ണുവിന്റെ ഭാര്യയെ കാണാനില്ല എന്ന്. അവളുടെ ചെറുപ്പത്തിലൊരു ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്.
അതുപയോഗിച്ച് ചിത്രകാരൻ ഇപ്പോഴത്തെ അവളുടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ആ പെണ്ണിനെ പോലീസ് എത്രയും വേഗം കണ്ടുപിടിക്കണമെന്നാണ് പരാതിക്കാരിയുടെ ആവശ്യം. എന്താ ഭാമേ? ആ ശാലിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഏതോ പരാതി ചെന്നിട്ടുണ്ടെന്ന്. ആ പറ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്യുക. എനിക്കൊന്നും പറയാനില്ല അതിന്. എങ്കിൽ പിന്നെ പരാതി അനുസരിച്ച് മുമ്പോട്ട് പോയേക്കാം. ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ചന്ദ്രബോസ് അവളെ പൊക്കിയിരിക്കും, ശാലിനിയെ. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും തനിക്ക് തന്റെ ജോലി ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ ചോദിച്ചാൽ എനിക്കത്ര നിർബന്ധമൊന്നുമില്ല. മനസ്സിലായില്ല? പരാതിക്കാരി അവിടുത്തെ അടുത്ത ബന്ധുവാ. അതാരാ? അവളെ വന്ന് കൂട്ടിക്കൊണ്ടു പോയാൽ തൽക്കാലം ഞാൻ ഈ പരാതിന്മേലുള്ള അന്വേഷണം നിർത്തിച്ചേക്കാം. ആരാ ഈ വീടിനോട് അത്രയ്ക്ക് വൈരാഗ്യമുള്ള ആ പരാതിക്കാരി? വേറെ ആരുമല്ല, നിങ്ങളെ കൊച്ചുപോളാ പത്മിനി. പത്മിനി? എന്തനാവശ്യ താനീ പറയുന്നത്? പപ്പി വന്ന് പരാതി പറഞ്ഞെന്നോ? പപ്പി? ആവശ്യം അനാവശ്യം അതൊന്നും എനിക്കറിയില്ല. ഇപ്പൊ വന്നാ തൂക്കിക്കൊണ്ട് പോവാ. ആ ശരി. ചതിച്ചു, കുടുംബം നശിച്ചു. എന്താ എന്താ നീ പറയുന്നേ? ശാലിനിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പപ്പി പരാതി കൊടുത്തിരിക്കുക. എത്രയും പെട്ടെന്ന് ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടു വരാൻ. വിഷ്ണു, പെട്ടെന്ന് റെഡിയാവ്. നമുക്ക് അവിടം വരെ ഒന്ന് പോണം. ആ കുട്ടി ഇതെന്ത് ഭാവിച്ച? എന്തോ കരുതിക്കൂട്ടി ഇറങ്ങി പുറപ്പെട്ടതാണല്ലോ. അച്ഛനെന്തായി പറഞ്ഞു വരുന്നേ? അല്ലടാ, ശാലിനിയെ കുറിച്ച് അന്വേഷിക്കാൻ ഇവിടുന്ന് മറ്റൊരാൾ തയ്യാറാവുന്നു പറഞ്ഞാ അതിന് വലിയൊരു അർത്ഥമുണ്ട്. നിനക്കത് വഴിയെ മനസ്സിലാവും. ചെല്ല്, പോവാൻ തയ്യാറാവും. പപ്പി അങ്കിൾ പ്ലീസ് ആ പടം ഒന്ന് കാണിക്കോ? പ്ലീസ് അങ്കിൾ ഒന്ന് കാണിക്കങ്കിൾ. എന്താ പറഞ്ഞത്? കേട്ടില്ല. അങ്കിൾ പ്ലീസ് ആ പടം ഒന്ന് കാണിച്ചു തരുമോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.